ഭരണം മാറി, ഇനി രഹസ്യങ്ങളൊന്നും അവശേഷിക്കരുത്. സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ ഓഫീസുകളിലേതുൾപ്പെടെ വിവിധ സെക്ഷനുകളിലെ ഫയലുകൾ നശിപ്പിച്ചു തുടങ്ങി. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിനു പിന്നാലെ തന്നെ ഫയലുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിരുന്നു. വോട്ടെടുപ്പ് ഫലം വന്നതോടെ ഈ നടപടി വേഗത്തിലാക്കി. ഓഫീസുകളിൽ നിന്ന് ശേഖരിച്ച ഫയലുകൾ സെക്രട്ടേറിയറ്റിലെ ഷ്രെഡിംഗ് റൂമിലേക്ക് മാറ്റിയിരുന്നു. ഈ ഫയലുകൾ ഷ്രെഡിംഗ് ചെയ്താണ് നശിപ്പിക്കുന്നത്. ഈ നടപടി ഇന്ന് പൂർത്തിയാകുമെന്നാണ് അറിയുന്നത്. മന്ത്രിമാരും അവരുടെ പേഴ്സണൽ സ്റ്റാഫും നടത്തിയ കത്തിടപാടുകളുടെ വിശദാംശങ്ങൾ പുറത്താകാതിരിക്കാൻ ഈ ഓഫീസ് സംവിധാനം ഒഴിവാക്കി കടലാസ് ഫയലാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഫയലുകളും അനുബന്ധ രേഖകളുമാണ് ഇപ്പോൾ നശിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ചില ഫയലുകൾ വോട്ടെടുപ്പിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറ്റിയിരുന്നു. ബാക്കിയുള്ള ഫയലുകളാണ് ഇപ്പോൾ നശിപ്പിക്കുന്നത്. ഇതിനിടെ വോട്ടെണ്ണലിന് മുന്നേ ഇ ഓഫീസ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഡിജിറ്റൽ ഫയൽ നശിപ്പിക്കാനുള്ള നീക്കമാണെന്നും നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയതോടെയാണ് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറിയത്. ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ അധികാരത്തിൽ എത്തുന്നതുവരെ ഫയലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ചുമതല വകുപ്പ് സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിക്കുമാണ്. ഈ ഓഫീസ് സംവിധാനം കാര്യക്ഷമമായ ശേഷം സെക്രട്ടേറിയറ്റിൽ കടലാസ് ഫയലുകൾ വളരെ കുറച്ച് മാത്രമാണുള്ളത്. അവ നശിപ്പിക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ലെന്നാണ് പൊതുഭരണ സെക്രട്ടറി കെ ബിജു പ്രതികരിച്ചത്.